ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു ക്യാരറ്റ് ഡെസേർട്ടിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 10ഓളം ക്യാരറ്റ് തൊലിയെടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെ ചെറിയ പൊടി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് തീ കത്തിച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 4 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 8 മിനിറ്റോളം ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് അതിനൊന്ന് വാട്ടി ചെറുതായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. ആ പാലും കൂടി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ അത് വേവിക്കും ചെറിയ തീയിൽ തന്നെ വെക്കുക. എന്നിട്ടൊരു 1/4 കപ്പിൽ പാലിലേക്ക് തിളപ്പിച്ചാറിയ പാൽ തന്നെ എടുക്കണം എല്ലാത്തിനും. ആ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനിലേൻ്റെ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഈ ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റോളം ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം കുറുകി വരുന്നത് വെയിറ്റ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു ഓയിലോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് തേച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആറിയതിന് ശേഷം ഫ്രീസറിലേക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോളം വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുക. സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ മുറിക്കേണ്ടത് ആ ഷേപ്പിൽ മുറിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മുറിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വൈറ്റ് എള്ളാന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് സാധനമാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.